നമസ്കാരം. സ്കൂൾ തുറന്ന് രണ്ടാം ദിനമായപ്പോഴേക്കും വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് നഗരൂരിൽ നടന്നത്. തിരുവനന്തപുരം നഗരൂർ വെള്ളല്ലൂർ ഗവൺമെൻറ് LP സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ടു. ഇന്ന് രാവിലെ 9:30 ഈ അപകടം സംഭവിച്ചത്. കുട്ടികളുമായി രാവിലെ പോയ ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിയുകയായിരുന്നു. 25 കുട്ടികളായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 2 കുട്ടികൾക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. ഇവരുടെ കൈകൾക്ക് പൊട്ടലുണ്ടായതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. കൈ ബസിന്റെ അടിയിൽ കുടുങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. മറ്റു കുട്ടികൾക്ക് സാരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അപകടം നടന്ന ഉടനെ നാട്ടുകാരടക്കം ചേർന്ന് ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെ പുറത്തെത്തിക്കുകയായിരുന്നു. എല്ലാ കുട്ടികളെയും കേശവപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കൊപ്പം ബസ്സിലെ ആയയും ഒരു അധ്യാപകനും ബസ് ഡ്രൈവറുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. അപകടം നടന്ന സ്ഥലത്ത് റോഡിന് വീതി കുറവാണെന്നാണ് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ റോഡിൽ ചെളി കെട്ടിക്കിടക്കുകയും ചെയ്തിരുന്നു. ഇതാകാം അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ചെളിയിൽ കൂടി ബസ് കടന്നു പോകുന്നതിനിടെ ബസ് തെന്നി സമീപത്തെ വയലിലേക്ക് മറിയുകയായിരുന്നു. റോഡിന് വീതി കുറഞ്ഞ ഭാഗമാണെന്നും മഴയത്ത് റോഡിൽ നനവുണ്ടായിരുന്നുവെന്നും നഗരൂർ പഞ്ചായത്ത് അംഗം M. രഘുവും വെളിപ്പെടുത്തി. അപകടം നടന്നതിന് പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. മഴ കാരണം റോഡിൽ ചെളി കെട്ടിക്കിടന്നതിനാൽ വാഹനം തെന്നി നീങ്ങിയാണ് അപകടം ഉണ്ടായതെന്നും റോഡിലെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കുമെന്നും പഞ്ചായത്ത് അംഗം M. രഘുവും വ്യക്തമാക്കിയിട്ടുണ്ട്.